അമേരിക്ക അടിയിൽ കൂടെ ആയുധങ്ങൾ പാകിസ്ഥാന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാന്റെ വിചാരം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2014 അധികാരത്തിന് വന്നതിന് ശേഷം ജോ ബൈഡന് മോദിയുമായി വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ട്രംപും മോദിയും വലിയ അടുപ്പക്കാരാണ്. അപ്പോൾ ഈ അമേരിക്ക പറയുമ്പോൾ ഇന്ത്യ കേൾക്കും എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ തെറ്റിദ്ധാരണ. പക്ഷേ ഇന്ത്യ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ച് ഇന്ത്യ മുന്നോട്ട് പോകും. കാരണം ഇന്ത്യയുടെ ജനങ്ങളെ ആരെങ്കിലും കൈവച്ചാൽ, അവർ നിരപരാധികളുടെ ചോര ഇന്ത്യൻ മണ്ണിൽ വീണാൽ അതിന് ഇന്ത്യ പകരം ചോദിക്കും. അതിന് മൂന്നാമതൊരു ശക്തിയുടെ ആവശ്യമോ മൂന്നാമതൊരാളിൻ്റെ ആവശ്യമോ ഇന്ത്യക്കില്ല എന്ന് നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അമേരിക്കയൊന്നും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. പാകിസ്ഥാന്റെ DGMO വന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് ഫോണിൽ വിളിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യയിലെ DGMOയെ വിളിച്ച് കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളിത് അവസാനിപ്പിച്ചത്. അല്ലാതെ അമേരിക്ക പറഞ്ഞതുകൊണ്ടോ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല ഞങ്ങളിത് അവസാനിപ്പിച്ചതെന്ന് നരേന്ദ്രമോദി തന്നെ കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അമേരിക്കയ്ക്ക് നമുക്കിടയിൽ ഒരു സ്ഥാനമില്ല. വ്യാപാരപരമായി നമുക്ക് ബന്ധമുണ്ട്, നല്ല സുഹൃത്തുക്കളാണ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നിട്ട് പാകിസ്ഥാനുമായി ബന്ധം പുലർത്തണം, പാകിസ്ഥാന് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ കാര്യങ്ങളിലോ ആഭ്യന്തര കാര്യങ്ങളിലോ ഇടപെടാൻ ഇന്ത്യയിൽ നിന്ന് ആരും പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയും ഇന്ത്യ അനുവദിക്കില്ല.